ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വിസിയാകും. നിലവിലെ വൈസ് ചാൻസലറായ ഡോക്ടർ എം.കെ. ജയരാജന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. കാലിക്കറ്റ് സർവകലാശാലയിലെ കെമിസ്ട്രി വിഭാഗം പ്രൊഫസറാണ് ഡോക്ടർ പി രവീന്ദ്രൻ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സൂര്യ സുജി ചേരുന്നുണ്ട്. സൂര്യ, എന്നായിരിക്കും പുതിയ വി സി ചുമതല ഏറ്റെടുക്കുക? ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്തെല്ലാമാണ്? 13ാമത് വൈസ് ചാൻസലറായാണ് പ്രൊഫസർ പി രവീന്ദ്രനാഥിനെ അല്പസമയങ്ങൾക്ക് മുൻപ് ഈ വി സി ആയി നിയമിച്ചുകൊണ്ട് സർവകലാ ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിറക്കിയത്. അദ്ദേഹം അതായത് പഴയ വൈസ് ചാൻസലറുടെ കാലാവധി ഇന്ന് വരെയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ പുതിയ വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഡോക്ടർ പി രവീന്ദ്രനാഥ് പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഇദ്ദേഹം കോൺഗ്രസ് അധ്യാപക സംഘടനയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് ആണ്. നിലവിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അക്കാദമിക് കൗൺസിൽ അംഗമാണ്. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ കെമിസ്ട്രി പഠനവകുപ്പ് അധ്യക്ഷനും സർവകലാശാല സയൻസ് ഫാക്കൽറ്റി ഡീനുമായിരുന്നു ഇദ്ദേഹം. ഈ ഡോക്ടർ പി രവീന്ദ്രനാഥിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സമർപ്പിച്ചിരുന്ന നാമനിർദ്ദേശ പത്രിക രജിസ്ട്രാർ നേരത്തെ തള്ളിയിരുന്നു. തുടർന്ന് ഡോക്ടർ പി രവീന്ദ്രനാഥ് ചാൻസലർക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ചാൻസലറായ ഗവർണർ രവീന്ദ്രന്റെ പത്രിക സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയത്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം കൂടി ഈ ഡോക്ടർ പി രവീന്ദ്രനാഥിനുണ്ട്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ 13ാമത് വൈസ് ചാൻസലറായി, കാലിക്കറ്റ് സർവകലാശാലയുടെ 13ാമത് വൈസ് ചാൻസലറായി ഇപ്പോൾ നിയമിതനായിരിക്കുകയാണ്. സംഗീത. ശരി സൂര്യ. ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വി സി ആകും. 13ാമത് വൈസ് ചാൻസലറായാണ് ഡോക്ടർ പി രവീന്ദ്രൻ എത്തുക. സൂര്യ സുജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.